CPM കായംകുളം ചിറക്കടവും ലോക്കൽ കമ്മിറ്റി കണ്ടത്തിൽപ്പറമ്പിൽ തെക്കതിൽ ശരത്ചന്ദ്രൻ എന്നയാൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തി. CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ താക്കോൽദാനം നിർവഹിച്ചു. പല കാരണങ്ങളാൽ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടാൻ കഴിയാത്ത ദരിദ്ര കുടുംബത്തെ കണ്ടെത്തി എല്ലാ ലോക്കൽ കമ്മിറ്റികളും കുറഞ്ഞത് ഒരു വീടെങ്കിലും നിർമ്മിച്ചു നൽകണം എന്ന CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് CPM ചിറക്കടവും ലോക്കൽ കമ്മിറ്റി നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകിയത്. കണ്ടത്തിൽ പറമ്പിൽ തെക്കതിൽ ശരത്ചന്ദ്രനാണ് ചിറക്കടവും ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ച് നൽകിയത്. ഈ വീടിന്റെ താക്കോൽദാനം CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ നിർവഹിച്ചു. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ കുറഞ്ഞത് ഒരാൾ ഒരു വീട് പാവപ്പെട്ട ഇങ്ങനെയുള്ളവർക്ക് വെച്ചു കൊടുക്കണം. ഞങ്ങളുടെ കഴിഞ്ഞ സമ്മേളനം ഇപ്പം കൊല്ലത്ത് അവസാനിച്ച സമ്മേളനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 3000-ഓളം വീടുകൾ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് നിർമ്മിച്ച് നൽകി കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ 157 വീട് നിർമ്മിച്ച് നൽകാനാണ് തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഇത് പൂർത്തീകരിക്കുമ്പോൾ 160ഓളം വീടുകൾ പൂർത്തീകരിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് എടുത്ത ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം എല്ലാവർക്കും വീട് കൊടുക്കാൻ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ വരുന്ന നവംബർ മാസം 1-ാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വരാൻ പോവുകയാണ്. അത് വരുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരാൾ പോലും പട്ടിണിക്കാരുണ്ടാകില്ല. അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ലോകത്തിന് മുമ്പാകെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതും കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും വീടായി, മുഴുവൻ പേർക്കും വീടായി, മുഴുവൻ പേരുടെയും പട്ടിണി മാറ്റി, ദാരിദ്ര്യം മാറ്റി, ദരിദ്രരില്ലാത്ത ലോകത്തിലെ ഏക സംസ്ഥാനമായി ഈ കൊച്ചു കേരളം മാറുകയാണ്. അങ്ങനെ 3 വീടാണ് ഇന്ന് നമ്മുടെ കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ 3 പേർക്ക് വീട് കിട്ടുന്ന ദിവസമാണ്. മറ്റ് 2 ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അജികുമാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പർ ആയതുകൊണ്ട് 2 ഭക്തന്മാർ, ബാംഗ്ലൂരുള്ള 2 ഭക്തന്മാർ ചേർന്ന് ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് 3 വീട് നമുക്ക് ഇവിടെ കിട്ടുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ സന്തോഷമുണ്ട്. ഒരു വീട് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിനെ പൂർണ്ണമായും നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ മധു അധ്യക്ഷനായി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KH ബാബുജാൻ, ഷെയ്ഖ് പി ഹാരിസ്, CPM ഏരിയ സെക്രട്ടറി B അബിൻ ഷാ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P അരവിന്ദാക്ഷൻ, G ശ്രീനിവാസൻ, നഗരസഭാ വാർഡ് മെമ്പർ ബിനു അശോക്, N മോഹനൻ, KK അനിൽകുമാർ, ജ്യോതി ഉണ്ണികൃഷ്ണൻ, M അബ്ദുൾ റഹീം, K ഉബൈദർ എന്നിവർ സംസാരിച്ചു. ശരത്ചന്ദ്രനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഏതാണ്ട് 40 വർഷമായി ഈ പുറമ്പോക്കിൽ താമസിക്കുകയാണ്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി താമസിക്കുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നത്. അത് ഞങ്ങൾ പൊളിച്ചു മാറ്റി ഒരു വാടക വീടെടുത്ത് ആ സഹാവിനെ ആ വീട്ടിലേക്ക് മാറ്റുകയും 91-ാമത്തെ ദിവസം നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ പ്രദേശത്തെ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ അർഹനാണ്. അടുത്ത സമയത്ത് അദ്ദേഹത്തിന് വെയിൻ ക്യാൻസർ ബാധിക്കുകയും ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈ മുറിച്ചു മാറ്റുകയുണ്ടായി. ഫെബ്രുവരി 24-ാം തീയതിയാണ് നമ്മൾ ഈ വീടിൻ്റെ പണി ആരംഭിച്ചതും. ഇന്ന് ആ വീടിൻ്റെ താക്കോൽദാനം ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ആർ നാസർ നിർവഹിക്കുകയും ആ ചടങ്ങാണ്, അതിൻ്റെ തുടർന്നുള്ള ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ സാഹചര്യം വളരെ പരിതാപകരമാണ്. ആരോഗ്യപരമായി വളരെ ബുദ്ധിമുട്ടാണ് ആ സാധനമുള്ളത്. ക്യാൻസറിൻ്റെ ചികിത്സയിലാണ്. വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അതാണ് ഇദ്ദേഹത്തെ നമ്മൾ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം. CDNet ന്യൂസ് കായംകുളം.